ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇതെൻ്റെ അച്ഛൻ്റെ അമ്മൂമ്മയുടെ സ്റ്റോറിയാണ്. സെല്ലുലാർ ജയിലൊക്കെ കണ്ടിറങ്ങി ഞങ്ങളിപ്പോൾ പോകുന്നത് അച്ഛൻ ജനിച്ച ഹോസ്പിറ്റലിലേക്കാണ്. ഈ കാണുന്ന GB പന്ത് ഹോസ്പിറ്റലിലാണ് 51 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ജനിച്ചത്. ആ സ്റ്റോറി ഒന്ന് നമുക്ക് അമ്മൂമ്മയോട് ചോദിക്കാം. അന്ന് ഞങ്ങൾ താമസിച്ചത് ക്യാമ്പൽബേയിലായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഒരു ദിവസം ഷിപ്പിൽ യാത്ര ചെയ്താണ് പുറത്ത് കയറി വന്നത്. അവിടുത്തെ ഹോസ്പിറ്റലിൽ സീരിയസ് കേസൊന്നും എടുക്കാത്തത് കൊണ്ട് ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു ആൻഡമാനിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ ഷിപ്പിൽ പോകാൻ വേണ്ടി ബോട്ടിലാണ് ഉൾക്കടലിൽ നിന്ന് നടുക്കടലിലേക്ക് വന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഞങ്ങളെ ഹെൽപ്പ് ചെയ്താണ് ഷിപ്പിൽ കയറ്റിയത്. വളരെ കഷ്ടപ്പാടായിരുന്നു. ഒരു മരുന്നും ഭരിക്കാതിരുന്ന എനിക്ക് അന്ന് 13-ാം തീയതി രാത്രി ആയപ്പോൾ തൊട്ട് അസുഖങ്ങളെല്ലാം മാറി. പെട്ടെന്നായിരുന്നു എല്ലാം. ഒരു മാസത്തോളം താമസിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് ക്യാമ്പൽബേയിലേക്ക് പോയത്. അവിടെ ഒരു വർഷം കഴിഞ്ഞാണ് അവനെയും കൊണ്ട് പോകുന്നത്. ഇപ്പോൾ അവനൊരാഗ്രഹം അവൻ്റെ ജന്മനാട് കാണണമെന്ന് കുറച്ച് നാളായി എങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു. പക്ഷേ അതിപ്പോൾ സാധിച്ചു. അടിപൊളി ട്രിപ്പായിരുന്നു. ആനമാൻ ട്രിപ്പ് സൂപ്പറായിരുന്നു. ഒരാഴ്ച പോയത് അറിഞ്ഞില്ല. അച്ഛനെന്തെങ്കിലും പറയാനുണ്ടോ? അതാണ് സമയം എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകും. കാലം മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ ഒരു കാലത്ത് നമുക്ക് നഷ്ടപ്പെടും. അവർ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്നത് എല്ലാം ക്ഷമാപണവും പ്രായശ്ചിത്തമൊക്കെയാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം അവർ സ്വീകരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത് നമ്മുടെ വെറും വിശ്വാസം മാത്രമാണ്. അപ്പോൾ പിന്നെ നമ്മളെന്നാ ചെയ്യേണ്ടത്? കാണാനും കേൾക്കാനും ഒക്കെ അവരുള്ള സമയത്ത് അവരുടെ കൂടെ കുറച്ച് സമയം ഏതൊക്കെ ജോലികളുണ്ടെങ്കിലൊക്കെ മാറ്റി വെച്ച് ഇതുപോലുള്ള ചെറിയ യാത്രകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളും ഹാപ്പിയാവും, അവരും ഹാപ്പിയാവും. ഒരു കാലത്തെ നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് എവിടെ പോകണമെങ്കിലും നമുക്ക് മാതാപിതാക്കളുടെ സഹായം വേണമായിരുന്നു. ഇപ്പം അവർക്ക് എവിടെ പോകണമെങ്കിലും നമ്മുടെ സഹായം വേണം, അല്ലേ? ഇതിപ്പോൾ നീ ഓർക്കുന്നുണ്ടല്ലേ എന്തിനാ നിന്നോട് പറഞ്ഞിരുന്നു? അല്ല, ഇനിയിപ്പോൾ വരാൻ പോണ കാലം നിങ്ങളുടെ അല്ലേ? ഇതൊക്കെ ഒന്ന് ഓർമ്മ വച്ചോണം, ഇതൊക്കെ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയും. എന്നാ പൊളിയല്ലേ? കീപ് സ്മൈലിംഗ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.